ഹലോ ഫ്രണ്ട്സ്, വണ്ടി മാരുതി സ്വിഫ്റ്റ് ആണ്. 2012 മോഡൽ വണ്ടിയാണ്. ഇതിൽ 1 ലാഖിൻ്റെ സർവീസാണ്. 1 ലാഖിലെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ കസ്റ്റമർക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഓടിക്കുമ്പോഴൊക്കെ കറക്റ്റാണ്. എന്താ വെച്ചാൽ പക്ക സർവീസുള്ള വണ്ടിയാണ് ഇത്. അതുകൊണ്ട് എക്സ്ട്രാ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. കടപെടുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിലിപ്പോൾ നമുക്ക് 1 ലാഖിൻ്റെ സർവീസിന് വരുന്ന ടൈമിംഗ് കിറ്റ് മാറണം. അതുപോലെ തന്നെ ഡീസൽ ഫിൽറ്റർ, അതുപോലെ തന്നെ ക്ലച്ച് നല്ലോണം റേസ് ആകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കസ്റ്റമർ. അപ്പോൾ ക്ലച്ചിൻ്റെ വർക്ക് നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത്. റേസിങ് മാത്രമല്ല, നല്ലൊരു ടൈറ്റും ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ക്ലച്ച് ടോപ്പിൽ വന്നിട്ടാണ് വണ്ടി റിലീസ് ആവുന്നത്. എന്ന് വെച്ചാൽ ക്ലച്ച് അത്രത്തോളം തേഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ ആ ഒരു വർക്കും ഉണ്ട്, ക്ലച്ചിൻ്റെ വർക്കും ഉണ്ട്. അതുപോലെ തന്നെ ടൈമിംഗ് കിറ്റ് മാറണം, ഡീസൽ ഫിൽറ്റർ മാറണം, എയർ ഫിൽറ്റർ, അങ്ങനെയുള്ള 1 ലാഖിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ചെയ്യാനുണ്ട്. എപ്പോഴും പക്ക മെയിൻ്റനൻസ് കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിൽ എക്സ്ട്രാ വരുന്ന കംപ്ലൈൻറ്റുകളൊക്കെ കൂടുതൽ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടായില്ല. എന്ന് വെച്ചാൽ ചെറിയ സൗണ്ട് ഇല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ ഓരോരോ വർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 ലക്ഷം അല്ല, ഇപ്പോൾ 4 ലക്ഷം ആയാലും വണ്ടി ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ നമുക്ക് വണ്ടി കിട്ടും. ഇതിപ്പോൾ ഏകദേശം 1 ലക്ഷം ആയിട്ടില്ല, 90 ചില്ലാനും കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് 1 ലാഖിൻ്റെ സർവീസ് ടൈമിംഗ് കിറ്റും കാര്യങ്ങളെല്ലാം പക്കയായിട്ട് ചെയ്ത് വയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിംഗ് കിറ്റിൻ്റെ കാര്യത്തിൽ 1 ലാഖ് മുട്ടാതെ ഒരു 90-95 തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് നല്ലതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ബൈക്കിൻ്റെ ഒക്കെ വീല് വരുന്ന മാതിരിയാണ്. ഒരു ടീത്ത് സ്ലിപ്പായി കഴിഞ്ഞ് പിന്നെ എൻജിൻ വർക്ക് ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ വാൾവ് ഇടിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു പൊടിക്ക് നേരത്തെ ചെയ്യുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്കിലും ബ്രേക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നോക്കാനുണ്ട്. വേറെ എക്സ്ട്രാ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമ്മൾ ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്തതിൽ ബ്രേക്കിലോ അല്ലാന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ ഭാഗത്തോ വേറെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. പക്കയായിട്ട് തന്നെയാണ്. ഇത് നമ്മൾ ടൈമിംഗ് ഒക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ പാഡും അതുപോലെ തന്നെ ചെയിനൊക്കെ അതൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഏകദേശം എന്താ പറയുക, ടെൻഷനർ ഫുള്ളായിട്ട് പുറത്തേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. കംപ്ലീറ്റ് പോകാനായിട്ടാണ് ടെൻഷനർ കംപ്ലീറ്റും പുറത്തായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെൻഷനറിൻ്റെ ലെഗ് എത്രത്തോളം പുറത്ത് തള്ളുന്നോ അത്രത്തോളം ഈ ചെയിൻ ലൂസായിട്ടാണ് അത് പുറത്ത് വരുന്നത്. അത് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ടെൻഷൻ ചെയിന് കിട്ടില്ല. പിന്നെ അങ്ങനെ ആകുമ്പോഴാണ് സ്ലിപ്പിങ് കൂടുതൽ. അത് പിന്നെ ഇപ്പോൾ ടൈമിംഗ് കിറ്റിൻ്റെ എല്ലാ സാധനം നമുക്ക് മാറ്റണം. എല്ലാം ജെന്യൂൻ സാധനം തന്നെയാണ് എടുത്തിരിക്കുന്നത് മാരുതിയുടെ. അപ്പോൾ അതിന് കംപ്ലീറ്റ് സാധനം മാറ്റണം. അതുപോലെ തന്നെ ഇതിൻ്റെ മാനിഫോൾഡ് എല്ലാം അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും മാനിഫോൾഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്കാണ്. കണ്ടില്ലേ, ഇത്രത്തോളം ബ്ലോക്ക് ഉണ്ട് അതിനകത്ത്. സർവീസ് മെയിൻ്റനൻസ് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ ഫിൽറ്ററും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമല്ല, വണ്ടികളുടെ ഓരോരോ പാർട്ടുകൾ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ എല്ലാ വീട്ടിലും പറയുന്ന പോലെ തന്നെ EGR മാനിഫോൾഡ് ഓരോ 30,000 പക്കയായിട്ട് ചെയ്യണം. പിന്നെ അതില്ലാതെ വേറെ എന്ത് സർവീസ് ചെയ്തിട്ടും വണ്ടിക്ക് പെർഫോമൻസ് കിട്ടില്ല. വണ്ടി ഇങ്ങനെ ഓടിപ്പോകുന്നല്ലാതെ വണ്ടിക്ക് കറക്റ്റായിട്ടുള്ള എയർ സർക്കുലേഷനോ അതുപോലെ തന്നെ ആ ടർബോയിൽ നിന്ന് വരുന്ന എയർ കറക്റ്റായിട്ട് അതിനകത്ത് വരില്ല. ഇതുണ്ട്, എത്രത്തോളം ബ്ലോക്ക് അതിനകത്തുണ്ട്. ഈ ബ്ലോക്കിൽ കൂടെ എയർ അങ്ങോട്ട് പാസ് കറക്റ്റ് ടർബോ എത്രത്തോളം തള്ളിക്കൊടുത്താലും ഇതിലൊരു ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രത്തോളം അതിൻ്റെ ഉള്ളിലേക്ക് അത് പോകില്ല. വെച്ചാൽ അത്രത്തോളം ബ്ലോക്ക് ഉണ്ട് ഇതിനകത്ത്. EGRന്ന് വരുന്ന എയറിൻ്റെ ഹോളും ആ ചെറിയൊരു പോലത്തെ ഒരു പ്ലാൻ ഉണ്ട്. അതിനാണ് EGRൻ്റെ എയർ ഇതിനകത്തുള്ളിലേക്ക് പോകുന്നത്. അതിനുള്ള ഹോളൊന്നും ഇതിനകത്തില്ല, കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞിരിക്കുകയാണ്. കണ്ടില്ല. അപ്പോൾ ഇത് അഴിച്ച് നമുക്ക് പക്കയായിട്ട് ക്ലീൻ ചെയ്യണം. ഇത് 1 ലാഖിൻ്റെ സർവീസിൽ മാത്രമല്ല ചെയ്യേണ്ടത്. ഓരോ 30,000 ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് വിട്ടാലും ഇനി അടുത്ത 30,000 ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം. ഈ സെൻസർ എന്നാലേ ആ വണ്ടിക്ക് അത്രയും പെർഫോമൻസ് അതിനകത്ത് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ EGR അഴിച്ചിട്ടുണ്ട്. EGR ഇനി മൊത്തം പിരിക്കണം. എന്താ വെച്ചാൽ അതിലും നല്ലോണം കാർബൺ കയറി അടഞ്ഞിട്ടുണ്ട്. കണ്ടല്ലേ, നല്ലോണം ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതും അഴിച്ച് ക്ലീൻ ചെയ്ത് തന്നെ വണ്ടിയുടെ ഒരു പെർഫോമൻസ് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ടൈമിംഗ് കിറ്റ് മാറ്റിയാൽ വണ്ടിക്ക് ചെറിയൊരു നോയ്സിന് ചെറിയൊരു വ്യത്യാസമല്ലാതെ നമ്മൾ ഇത് ക്ലീൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ വണ്ടിക്ക് ഒട്ടും തന്നെ പുള്ളിങ് ഉണ്ടാവില്ല. വെറുതെ കിടന്ന് ഓടുന്നല്ലാതെ വണ്ടിക്ക് ആ ഒരു പെർഫോമൻസ് കിട്ടില്ല. ഓട്ടോ ജെറ്റൊക്കെ എഞ്ചിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ തല കിറുകുന്ന പോലെ സ്പീഡിൽ പുള്ളിങ്ങിലാണ് എടുത്ത് വലിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാം. ഇതാണ് എയർ മാസ് സെൻസർ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്കാണ്. ചെറിയൊരു ഹോള് മാത്രമേ അതിനകത്ത് കാണുന്നുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ ശരിക്കും എയറിൻ്റെ പ്രഷർ എത്രയുണ്ടെന്ന് ഒരിക്കലും തന്നെ ഈ സെൻസർ മെൻഷൻ ചെയ്യില്ല, അളക്കാൻ പറ്റില്ല. അങ്ങനെ അളക്കാതിരിക്കുന്നിടത്തോളം കാലം ECMLക്ക് കറക്റ്റ് എന്താ പറയുക സിഗ്നൽ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ഡീസലും കറക്റ്റ് സപ്ലൈ ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല, പെർഫോമൻസും കിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യണം. ഇതിൽ ഒരിക്കലും എയർ അടിച്ച് ക്ലീൻ ചെയ്യരുത്. ത്രോട്ടിൽ ബോഡി ക്ലീനർ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് ആ ഹോൾ മാത്രം ഒന്ന്
കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഉള്ളിൽ മൈന്യൂട്ടായിട്ടുള്ളൊരു ഡയഫ്രം പോലെ ഒരു സാധനമാണ് ഇതിനകത്ത് വരുന്നത്. അത് നമ്മൾ പ്രഷർ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ത്രോട്ട് ബോഡി ക്ലീനർ മാത്രം വെച്ച് ക്ലീൻ ചെയ്യുക. ഇതെന്തായാലും നമുക്ക് ഫുള്ളായിട്ട് കെമിക്കലിടണം. ഈ ക്ലാമ്പ് കഴിച്ചിട്ട് ഫുള്ള് കെമിക്കലിട്ടിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ടൈമിംഗ് കിറ്റ് മാറിയിട്ടുണ്ട്. ടൈമിംഗ് കവറും അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ ഒറിജിനൽ MGPയുടെ സാധനം തന്നെയാണ് എടുത്തിട്ടിരിക്കുന്നത് ഇതിനകത്ത്. ഇതിപ്പോൾ നമ്മൾ INAയുടെ കിറ്റ് എടുത്താലും ഏകദേശം ഈ റേഞ്ച് തന്നെയാണ് വരുന്നത്. INAയുടെ തന്നെ ഉള്ളിൽ MGP ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ INAയുടെ പാട്ടായിരിക്കും. എന്നാലും നമ്മൾ ഒറിജിനലാണ് ഇപ്പോൾ ഇതിനകത്ത് കയറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിംഗ് കവർ ഒഴിക്കുമ്പോൾ ഈ സൈഡ് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ടൈമിംഗ് കവറിൻ്റെ നമ്മൾ ടെൻഷനർ നോക്കാനൊരു ഡമ്മി ഉണ്ടാവും അതിനകത്ത്. അതിൽ കൂടെ ഓയിൽ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിലിപ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും കിനിച്ചിലോ കാര്യങ്ങളോ തോന്നണമെന്നുണ്ടെങ്കിൽ അത് അഴിച്ചിട്ടൊന്ന് റീപാക്ക് ചെയ്ത് ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുപോലെ അടിയിലെ ക്രാങ്കിൻ്റെ ഓയിൽ സീൽ മസ്റ്റായിട്ട് എന്തായാലും മാറണം. അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് മാനിഫോൾഡ് EGR അഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അത് ക്ലീൻ ചെയ്ത് പക്കയാക്കിയിട്ട് കയറ്റണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ ക്ലച്ച് നമുക്ക് ഇറക്കാനായിട്ട്. എന്ന് വെച്ചാൽ ഇതോടുകൂടി നമുക്ക് ഗിയർ ബോക്സ് ഇറക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ഫ്രണ്ട് മൗണ്ട് കംപ്ലീറ്റ് അഴിച്ചത് കൊണ്ട് നമുക്ക് ഹാങ് ചെയ്ത് നിർത്താൻ പറ്റില്ല. അപ്പോൾ ഈ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് വേണം നമുക്കിനി ക്ലച്ചിൻ്റെ കാര്യം കൂടെ നോക്കാനായിട്ട്. പിന്നൊരു കാര്യം നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ടൈമിംഗ് കിറ്റ് മാറുമ്പോൾ അതിൻ്റെ വാട്ടർ പമ്പാണ് നോക്കേണ്ടത്. ഇത് വാട്ടർ പമ്പ് ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. പുതിയ വാട്ടർ പമ്പാണ് ഇതിനകത്ത് ഇരിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ട്. അപ്പോൾ എന്തായാലും വാട്ടർ പമ്പ് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. വാട്ടർ പമ്പ് നമുക്ക് ഇതന്നെ കയറ്റാം. ഇത് കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിൻ്റെ EGR മാനിഫോൾഡ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാനുണ്ട് ഉള്ളിൽ. അങ്ങനെ പക്ക ആയിട്ടില്ല. ഒന്നുകൂടെ കെമിക്കലിട്ട് വാട്ടർ വാഷ് ചെയ്യാനുണ്ട്. അതും കൂടെ എന്തായാലും നമുക്ക് ചെയ്യാം അതിനകത്ത്. ഇപ്പോൾ ഏകദേശം പോയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ ഇതുണ്ടാവും ഭാഗത്ത് കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടെ കെമിക്കൽ എന്താ വെച്ചാൽ അത്രത്തോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അത് മാനിഫോൾഡ് മാത്രം കുറച്ചുകൂടെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പക്ക ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പക്ക ക്ലീൻ പുത്തം പോലെ ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു തരി പോലും കാർബൺ ഇതിനകത്ത് ഇല്ല. എപ്പോഴും ഇത് വർക്കിംഗ് നമ്മൾ പക്കയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം ഇതാക്കാൻ. അതുപോലെ തന്നെ വാൾവും കറക്റ്റ് തന്നെയാണ്. ഇതെല്ലാം പക്ക ക്ലിയറാണ് ഇപ്പോൾ. അതില്ലേ ഉള്ളിലുള്ള മെറ്റലടക്കം കറക്റ്റ് കാണാം. അലുമിനിയത്തിൻ്റെ ഇത് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ അത്രത്തോളം ഉള്ളിൽ ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് മാത്രമാണ് ചെയ്യാനുള്ളത്. മാനിഫോൾഡ് ഒന്നുകൂടെ ക്ലീൻ ചെയ്യാനുണ്ട്. അത് ക്ലീൻ ചെയ്യാം. അതുപോലെ ഇതിൻ്റെ നമുക്ക് തെർമോസ്റ്റാറ്റ് വാൾവ് മാറ്റണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ അലുമിനിയം കേസ് വരുന്ന സാധനം എപ്പോൾ അഴിക്കുമ്പോഴും EGR അഴിക്കുമ്പോൾ തെർമോസ്റ്റാറ്റ് വാൾവ് പൊട്ടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അലുമിനിയം പിന്നെ മറ്റേത് മൗൾഡിങ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇപ്പോൾ മോഡിഫൈഡ് ആയിട്ട് വരുന്നത് ഫുള്ള് പ്ലാസ്റ്റിക്കിൻ്റെയാണ് വരുന്നത്. എന്തായാലും നമുക്കിനിയിപ്പോൾ അത് കയറ്റാം. എന്തായാലും മാറ്റേണ്ടി വരും. എന്താ വെച്ചാൽ ഈ സൈഡാണ് കടയോടുകൂടി പൊട്ടി വരുന്നത്. എന്തായാലും നമുക്ക് ആ പൈപ്പ് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെറിയൊരു ബലം കൊടുക്കാതെ നമുക്ക് അഴിക്കാനും പറ്റില്ല. ആ ബലം കൊടുക്കുമ്പോൾ അത് പൊട്ടിയും പോകും. ഇനിയിപ്പോൾ നമ്മൾ മോഡിഫൈ ചെയ്തിരുന്നത് വലിയ കുഴപ്പമില്ലാണ്ട് നല്ല ലൈഫോടെ കൂടിയിട്ട് ഓടുകയും ചെയ്യും. നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇതിലിപ്പോൾ നമ്മൾ ചെയ്തത് ടൈമിംഗ് കിറ്റ് മാറി. അതുപോലെ തന്നെ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ EGR മാനിഫോൾഡും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ടർബോയുടെ ഇൻ്റർകൂളറും അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ജനറൽ സർവീസിനായിട്ട് വന്നാണ്. അതിൻ്റെ കൂടെ ടൈമിംഗ് കിറ്റ് ഒരു 10,000 കിലോമീറ്റർ മുന്നേ നമ്മൾ ചേഞ്ച് ചെയ്തെന്ന് മാത്രം, നമ്മുടെ സേഫ്റ്റിക്ക് ചെയ്തെന്ന് മാത്രം. അത് കസ്റ്റമർ റിക്വസ്റ്റ് തന്നെയാണ്, ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. നമ്മളെപ്പോഴും അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 90-95 ടൈമിംഗ് കിറ്റ് മാറുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് സേഫ് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സ്ലിപ്പാകുന്നൊരു ചെയിനാണ് ഇതിനകത്ത് വരുന്നത്. സ്വിഫ്റ്റ്, കോട്ര ജെറ്റ് എല്ലാ വണ്ടിക്കും പെട്ടെന്ന് തന്നെ സ്ലിപ്പാകും. അതുകൊണ്ട് ഒരു 5000 കിലോമീറ്റർ മുന്നേ നമ്മൾ മാറ്റി വെച്ചാൽ നമുക്ക് അത്രയും സേഫ് ആയിരിക്കും അത്. അതുപോലെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വേണമെങ്കിൽ എടുത്തിട്ട് പോകാനും പറ്റും. അടുത്തൊരു 90,000-95,000 കിലോമീറ്റർ വരെ സുഖമായിട്ട് നമുക്ക് ഓടിക്കാം. നമ്മൾ ആ ടൈമിംഗ് കിറ്റോട് കൂടിയിട്ട് EGR മാനിഫോൾഡ് എല്ലാം ക്ലീൻ ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഫ്രഷ് വണ്ടി എങ്ങനെ എടുക്കുന്ന അതേ ഒരു ഫീലാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ് ആ കാര്യം. അതേ ഒരു ഫീലാണ് ഇതിനകത്ത് കിട്ടുന്നത്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ചെയ്ത് ഇനിയിപ്പോൾ അടുത്ത 1:20 EGR മാനിഫോൾഡ് അഴിച്ച് ക്ലീൻ ചെയ്യണം, പക്ക ചെയ്യണം. 30,000 കിലോമീറ്ററിൽ എന്തായാലും ചെയ്യണം അത് ഉറപ്പായിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലടക്കം ഇത് ചെയ്യേണ്ടെന്നുള്ളൊരു ധാരണയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവീസ് മാനുവൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. സ്വിഫ്റ്റിൻ്റെ നിങ്ങൾ വണ്ടിയുടെ സർവീസ് മാനുവലിൽ പറയുന്നുണ്ട് കറക്റ്റ് 30,000 EGR മാനിഫോൾഡ് ക്ലീൻ ചെയ്യണമെന്ന്.
അപ്പോൾ കമ്പനിയിലും നിങ്ങൾ കമ്പനി ഷോറൂമിലാണ് സർവീസ് ചെയ്യുന്നത്, എവിടെയാണോ സർവീസ് ചെയ്യുന്നത് അവരുടെ അടുത്ത് അത് ആ ബുക്ക് തുറന്ന് കാണിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യാൻ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ചോദിച്ച് ചെയ്യിപ്പിക്കുക. വണ്ടിക്ക് ആ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ എപ്പോഴും ആ ഒരു പുതുമ നിലനിർത്തണമെങ്കിൽ, ഇപ്പോൾ 90,000 കിലോമീറ്റർ ഓടി, ഇതേ തന്നെയാണ് 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി. നോക്കിയ കാല് കൊടുത്താൽ അതിനനുസരിച്ച് നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് വണ്ടി ഓടിക്കാനായിട്ട്. കാല് കൊടുത്താൽ അതിനനുസരിച്ച് നമ്മളെ വലിച്ചുകൊണ്ട് പോവുക വണ്ടി. ആ ഒരു വല്ലാത്തൊരു എന്താ പറയുക, അത് ഓടിച്ചാൽ തന്നെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ. സർവീസ് ഓയിൽ ഫിൽറ്റർ ആർക്കും മാറാം, ആർക്കും ചെയ്യാം, അത് കുഴപ്പമില്ല. ഞാൻ പല കസ്റ്റമറും വരുമ്പോഴും ആ കസ്റ്റമർ പറയുന്നത് ഇതാണ്, കമ്പനിയിലടക്കം ചെയ്യേണ്ടെന്നാണല്ലോ പറയുന്നതെന്ന്. പിന്നെ ഈ സർവീസിൽ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയണില്ല. ഈ ഓയിൽ ഫിൽറ്റർ മാത്രം മാറി വിടുകയാണോ ഈ സർവീസ് സെന്ററിൽ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ഇതിലെന്ന് പറയുമ്പോൾ എനിക്കത് അംഗീകരിക്കാനും പറ്റുന്നില്ല. അത് ചെയ്യേണ്ടെന്ന് പറയുന്നതിൽ എന്ത് കാരണമാണെന്ന് എനിക്ക് അറിയണില്ല. ഇതിപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറാൻ നിങ്ങൾക്ക് മാറാം. ഇപ്പോൾ ഡ്രൈനെറ്റ് അയച്ചു വിട്ട് ഒരു ഓയിൽ ഫിൽറ്റർ മേടിച്ചിടാൻ നിങ്ങൾക്ക് കഴിയും അത് ചെയ്യാനായിട്ട്. പിന്നെ എന്തിനിപ്പോൾ സർവീസ് സെന്റർ കൊണ്ട് കൊടുക്കേണ്ട ആവശ്യം എന്താ? അതിൻ്റെതായ കിലോമീറ്ററിൽ അതിൻ്റെതായ സർവീസ് ഷെഡ്യൂൾ എന്താണോ അത് ചെയ്യണം. അത് ചെയ്താലേ ആ വണ്ടിക്ക് ആ ഒരു ഫ്രഷ്നെസ് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-2.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ പണിയേണ്ടി വരും, അത് ഉറപ്പാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എയർ റേഷ്യോ കറക്റ്റ് സിലിണ്ടറിലേക്ക് പോയില്ലെങ്കിൽ അതും ബുദ്ധിമുട്ട് തന്നെയാണ്. എഞ്ചിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത ഉണ്ട്. അത് എന്താ വെച്ചാൽ ഫയറിംഗ് ഒക്കെ കറക്റ്റായിട്ട് നടക്കണം. എഞ്ചിൻ്റെ പരമായിട്ടുള്ള കാര്യത്തിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നടന്നാൽ മാത്രമേ ആ ഒരു എഞ്ചിൻ പെർഫോമൻസ് ആയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ശരീരത്താണെന്നുണ്ടെങ്കിലും നമുക്കുള്ള എല്ലാ ഉള്ളിലുള്ള അവയവങ്ങളും കറക്റ്റായിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ, ഇല്ലേ? അതേപോലെ തന്നെ വണ്ടിയിൽ എന്തൊക്കെ പാട്ടുണ്ടോ അതൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്താലേ ആ വണ്ടി ആവുള്ളൂ, കാർ ആവുള്ളൂ, ഓടിക്കാൻ അതൊരു സുഖം ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം അത് എവിടെയെങ്കിലൊക്കെ ഒരു ഒന്നിലെ നമ്മൾക്ക് നടക്കാൻ വയ്യാത്തതുപോലെ ആവും, ചിലപ്പോൾ ഓടാൻ വയ്യാത്ത പോലെ ആവും, കൂടുതൽ ഓടുമ്പോൾ കിതയ്ക്കും എന്ന പോലെയൊക്കെ ആയിരിക്കും വണ്ടിയുടെ അവസ്ഥ. കൂടുതൽ ഓടുമ്പോൾ വലിയ ബുദ്ധിമുട്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കയറും, അല്ലെങ്കിൽ പുള്ളിങ് കിട്ടില്ല. ഇതൊക്കെ എന്താ പറയുക, ഇത് സർവീസിലൊക്കെ പക്ക ചെയ്യേണ്ട കാര്യം. ഞാൻ ഇത്രത്തോളം പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിക്കുന്ന ആൾക്കാരാണ് ശരി, ഇനിയിപ്പോൾ നമ്മുടെ അവിടെ സർവീസിന് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ശരി. ഞാൻ പറയും, ഇപ്പോൾ 30,000 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 60,000, 90,000, 120 അങ്ങനെ വരെ ഞാൻ EGR മാനിഫോൾഡ് അയച്ച് ക്ലീൻ ചെയ്യാൻ പറയുമ്പോൾ ആ കമ്പനിയിൽ അത് പറയണില്ലല്ലോ, അത് മാറ്റണ്ട ചെയ്യണ്ട എന്നാണ് പറയുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ മാനിഫോൾഡിൻ്റെ ബോൾട്ട് പൊട്ടിപ്പോവും, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട, ചെയ്ത് കഴിഞ്ഞാൽ 10-20,000 രൂപ ചിലവാകും എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ ആഹാ നല്ല രസമായിരിക്കും കാണാനായിട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഇത് ചെയ്തേ പറ്റൂ. എല്ലാം 30,000 നിങ്ങളുടെ കോട്രാജെറ്റ് വണ്ടി, അത് വിസ്റ്റ, പൂണ്ടോ, ലിനിയ, നമ്മുടെ ടാറ്റയുടെ അല്ല, കോട്രാജെറ്റ് മാത്രമല്ല, ഏത് വണ്ടിയാണെങ്കിലും ശരി, ഡീസൽ വണ്ടി നമുക്ക് 30,000 കിലോമീറ്ററിൽ EGR മാനിഫോൾഡും അയച്ച് ക്ലീൻ ചെയ്യാൻ, അതുപോലെ 1 lakh സർവീസിൽ ടൈമിംഗ് കിറ്റും കൂടെ മാറ്റണം. അത് എന്തായാലും മസ്റ്റായിട്ട് ചെയ്തേ പറ്റുള്ളൂ. ചെയ്താൽ തന്നെ ആ വണ്ടി ആവുള്ളൂ. ഞാനിപ്പോൾ എന്താ ഇത്രത്തോളം പറയണമെന്ന് ആലോചിക്കണ്ട. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ കസ്റ്റമറിൻ്റെ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വണ്ടി നമ്മൾ ഈ വർക്ക് കഴിഞ്ഞ് നമ്മൾ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ പിന്നെ അവരുടെ ഒരു വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതുമാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ചെയ്യേണ്ടെന്നാണ് പറയണത്, ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പം കുറേ ആൾക്കാർ വേണം ഡീകാർബണൈസേഷൻ ചെയ്താൽ മതിയല്ലോ, ഇതൊന്നും അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട. ഡീകാർബണൈസേഷൻ കൊണ്ടൊന്നും ഒന്നും ആവില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. എന്താ വെച്ചാൽ സിലിണ്ടർ ഹെഡിലെയോ വാൾവിലെയോ എന്തെങ്കിലും ചെറിയ അംശം പോകുകയല്ലാതെ ഈ മാനിഫോൾഡിലെ ഈ EGRൻ്റെ ഉള്ളിലുള്ള ഒരു സംഭവം ഒരു തരിക്ക് പോലും പോയില്ല. ഞാനൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, 50 കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീകാർബണൈസേഷൻ ചെയ്ത് 50 കിലോമീറ്റർ ഞാൻ ചലഞ്ച് ചെയ്താണ് ആളുടെ അടുത്ത്. ഡീകാർബണൈസേഷൻ ചെയ്ത വണ്ടിയാണ്, ഒന്ന് ഓടിച്ച് നോക്കുമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ ഓടിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് ഇത് ആയിട്ടില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ ചെയ്തിട്ട് വന്നാണ് പെർഫോമൻസിന് വ്യത്യാസം ഉണ്ടല്ലോ പറഞ്ഞപ്പോൾ നിങ്ങൾ നിൽക്കുക, എനിക്ക് ലേബർ തരണ്ട, ഞാൻ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അഴിച്ച് കാണിച്ചു കൊടുത്താണ് ആ വണ്ടിയിൽ. മനസ്സിലായി? ഞാൻ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ആ ഡീകാർബണൈസേഷൻ ചെയ്ത വണ്ടിയിലടക്കം ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. അവരുടെ ചിലപ്പോൾ എന്തെങ്കിലും കെമിക്കൽ കൊണ്ടൊക്കെ പെർഫോമൻസ് ഒക്കെ വ്യത്യാസം വരും, മൈലേജ് ഒക്കെ വ്യത്യാസം വരുമായിരിക്കാം, എനിക്ക് അനുഭവമില്ല. പക്ഷേങ്കിൽ ആ ഉള്ളിലുള്ള EGRൻ്റെയും മാനിഫോൾഡിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് ഒരിക്കലും പോകില്ല കേട്ടോ. അതിലാണ് അതിൻ്റെ ഇതേ വരുന്നത്. എന്താ പറയുക, എയർ ഉള്ളിലേക്ക് പോകുന്നതേ അതാണ്. പിന്നെ വെറുതെ ഈ പിസ്റ്റൻ്റെ മുകളിലെയും വാൾവിലെ മുകളിലെയും കാർബൺ കളഞ്ഞിട്ടൊന്നും ഒരു പ്രയോജനമില്ല, പറഞ്ഞാൽ ഒരു പ്രയോജനമില്ല. എയർ സക്ക് ചെയ്യുന്ന ഭാഗത്ത് എല്ലാ ഭാഗത്തും പക്ക ക്ലീൻ ആയിരിക്കണം. പക്ക എയർ വലിക്കുന്നൊരു ഇത് വന്നാൽ തന്നെ, കറക്റ്റായിട്ട് എയർ സർക്കുലേഷൻ വന്നാൽ തന്നെ അതിൻ്റെ എന്താ പറയുക, എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് അതിനകത്ത് കിട്ടുള്ളൂ, പക്ക കിട്ടുള്ളൂ. വേറെ പിന്നെ ഇതിൽ സസ്പെൻഷൻ ഭാഗത്തൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, പക്കയാണ്. ഇനിയിപ്പോൾ വൈപ്പർ ബ്ലേഡ് മാത്രം 2 മാറണം. കണ്ടോ, വെള്ളം അടിക്കുമ്പോൾ നല്ല സ്കോറിംഗ് ആയിട്ടാണ് വരുന്നത്.
അപ്പോൾ എനിക്ക് പറയാനുള്ളത്, കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സർവീസ് സെൻറ്ററിലാണ്, ഇനിയിപ്പോൾ കമ്പനിയിലാണ് സർവീസിന് കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും അവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുക. 30,000 കിലോമീറ്ററിൽ EGR മാനിഫോൾഡും അഴിച്ച് ക്ലീൻ ചെയ്യിപ്പിക്കുക. ബോൾട്ടും പൊട്ടില്ല, ഒന്നും പൊട്ടില്ല. അങ്ങനെ പൊട്ടിയാലും നമുക്ക് അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു റെമഡി കണ്ട് നമ്മൾക്ക് ചെയ്യണത്. അല്ലാതെ ബോൾട്ട് പൊട്ടെന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ വണ്ടിനിട്ട് ചാകാനിട്ടിട്ട് കാര്യമില്ല. വണ്ടിയായിരിക്കണം, കാറായിരിക്കണം. അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, പറയണമെന്ന് മറക്കണ്ട. എല്ലാം 30,000 ചെയ്യുക. കറക്റ്റ് ടൈമിൽ ടൈമിംഗ് ബെൽറ്റ് മാറുക. അതുപോലെ തന്നെ സർവീസ് ഷെഡ്യൂളും കറക്റ്റ് ആക്കുക. വണ്ടിക്ക് നല്ല ഹെൽത്ത് ആയിരിക്കും. വണ്ടിക്ക് 2 ലക്ഷമല്ല, 3 ലക്ഷമല്ല, 4 ലക്ഷം കിലോമീറ്റർ വരെയാണെന്നുണ്ടെങ്കിലും പക്കയായിട്ട് ഓടും. ഈ ടൊയോട്ടയുടെ എഞ്ചിനൊക്കെ ഇത്രയും ലൈഫ് കിട്ടാൻ കാരണം ഒന്നുമല്ല, ടൊയോട്ടയൊക്കെ മിക്കവാറും ആൾക്കാരും പുറത്ത് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കമ്പനി തന്നെയാണ് സർവീസ് ചെയ്യുക. ഇപ്പോഴും കോളീസൊക്കെ കമ്പനി തന്നെയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ടാണ് ടൊയോട്ടയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ സർവീസ് മാനുവലിൽ എന്താണോ പറയുന്നത് അത് കറക്റ്റായിരിക്കും ടൊയോട്ടയിൽ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടൊയോട്ട മാത്രമല്ല, വേറെ മേക്കാണെങ്കിലും ശരി, ഞാൻ ടൊയോട്ടയുടെ എഞ്ചിനാണ് കൂടുതൽ ലൈഫ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ടൊയോട്ട എന്ന് പറയാൻ കാരണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ടൊയോട്ടയൊക്കെ ഇന്നോവ കോളീസൊക്കെ 8 ലക്ഷം 7 ലക്ഷം കിലോമീറ്റർ വരെ സുഖമായിട്ട് ഓടും വണ്ടി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റ് സർവീസ് മാനുവൽ അനുസരിച്ചാണ് ചെയ്യുന്നത്. സർവീസ് മാനുവലിൽ ഇത്ര കിലോമീറ്റർ ടൈം ബെൽറ്റ് മാറാൻ പറഞ്ഞാൽ ഇത്ര കിലോമീറ്റർ ടൈം ബെൽറ്റ് മാറാം. അതേപോലെ സർവീസിൽ എന്തൊക്കെയാണോ പറയുന്നത് അത് കറക്റ്റായിട്ട് അതിനകത്ത് ചെയ്യുക. ഇതൊക്കെ ടൊയോട്ടയിൽ കറക്റ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ടൊയോട്ടയുടെ എഞ്ചിൻ ലൈഫ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് എല്ലാ എഞ്ചിനും. കറക്റ്റ് സർവീസ് ഷെഡ്യൂൾ കറക്റ്റ് ആയാൽ കറക്റ്റായിരിക്കും. ഇതിപ്പോൾ ടാറ്റയുടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയണ്ടല്ലോ, ഓരോരോ എങ്ങനെ ചെയ്യണം എന്താ ചെയ്യണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മാരുതിയുടെയും നമ്മൾ ആരെയും ദോഷം പറയുന്നില്ല, നമ്മൾ ചെയ്യിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. ആരും വണ്ടി കൊണ്ടുവന്ന വണ്ടിയുടെ സൂക്കട് കണ്ട് ആരും ചെയ്യുന്ന ഒരാൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ ഞാൻ ചെയ്യണമെന്നല്ല പറയുന്നത്, എല്ലാവരും പെർഫെക്റ്റ് അല്ല. ഞാനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മെക്കാനിക്കൽ ഫീൽഡിൽ. ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ ഓരോരോ വണ്ടികൾ വരുന്നതും ഓരോരോ കംപ്ലൈൻറ്റ് കിട്ടുന്നതും പല വിധത്തിലാണ്. ഒരു കംപ്ലൈൻറ്റ് ഒരേ രീതിയിലല്ല കിട്ടുക. അതിപ്പോൾ ക്ലച്ച് കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞാൽ ക്ലച്ചിന് ഒരു രീതി മാത്രമല്ല, ക്ലച്ചിന് പല രീതിയുണ്ട് കംപ്ലൈൻറ്റ് വരാനായിട്ട്. അപ്പോൾ ഓരോ രീതിയും നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും ഇതിൽ തികഞ്ഞ ആൾക്കാരില്ല, പെർഫെക്റ്റും അല്ല. എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പക്കയായിട്ട് ചെയ്ത് കൊടുത്തേ പറ്റൂ, ചെയ്തേ പറ്റൂ. എന്നാലേ ആ വണ്ടിയായിട്ട് ഇരിക്കുകയുള്ളൂ. കാർ ഓടിക്കാൻ ഒരു സുഖം, ഒരു എന്താ പറയുക, നമുക്ക് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസ് കാറിനകത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.